ഒരു കാരണവശാലും നമ്മൾ മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ചീകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ചീകിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാൻ ഊരിപ്പോകാൻ എല്ലാം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ചീകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഇത് സെക്കൻഡ് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മുടി പൊട്ടുന്നതിനുള്ള കാരണവും അതിൻ്റെ പരിഹാരമാണല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. നമ്മുടെ തലയോട്ടിയിൽ നിന്ന് സെക്രേറ്റ് ചെയ്യുന്ന സെബം, അത് ഒരു നാച്ചുറൽ ഓയിലാണല്ലേ. ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് ഡൗട്ട് വരും ഇത് സെബം എന്താണെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് നമ്മുടെ തലയോട്ടിയിൽ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു ഓയിലാണ് കേട്ടോ. ഇത് നമ്മുടെ തലയോട്ടിയിൽ നിന്ന് മുടിയുടെ അറ്റത്തേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുക, അതായത് നമ്മുടെ മുടി പൊട്ടിപ്പോകാനും കൊഴിയാനെല്ലാം ചാൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെബം കറക്റ്റായിട്ട് നമ്മുടെ മുടിയുടെ തുമ്പ് വരെ എത്താത്തതിനുള്ള ഒരു കാരണമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സെബം നമ്മുടെ മുടിയുടെ അറ്റം വരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വേ ഉണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ഒരു പല്ലകളുള്ള ഒരു ചീപ്പ് എടുക്കുക, തലമുടി ഉടക്കെല്ലാം നല്ല രീതിയിൽ കളഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയെ 2 തുല്യ ഭാഗങ്ങളാക്കി നമ്മുടെ മുടിയിൽ ഈ കോമ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ചീകി കൊടുക്കുക. നല്ല മൃദുവായിട്ട് ചീകണം കേട്ടോ. ഹാർഷായിട്ട് ചീകിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രയോജനം കിട്ടണമെന്നില്ല. അതുകൊണ്ട് മൃദുവായിട്ട് തന്നെ ചീകി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ തലയോട്ടിയിൽ നിന്ന് തലമുടിയുടെ അറ്റം വരെ സാവകാശം ചീകി കൊടുക്കുക. ഇതൊരു 5 to 10 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ചീകി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലും അതുപോലെ തന്നെ മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും ഈക്വലായിട്ട് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സെബം എത്തിച്ചേരും. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടുള്ള സമയം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം എന്ന് പറയുന്നത്, ഈ മെത്തേഡ് ഒരിക്കലും കുളിച്ചതിന് ശേഷമോ അല്ല എങ്കിൽ നനവുള്ള മുടിയിലോ അല്ല എങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമോ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ഇങ്ങനെ മുടി ചീകി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഓയിൽ, അതായത് സെബം, ഈവനായിട്ട് നമ്മുടെ എല്ലാ മുടിയിലും മുടിയുടെ തുമ്പ് വരെ ഈക്വലായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടുന്നതും മുടി കൊഴിയുന്നതും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടാകുന്നതെല്ലാം നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടുത്ത രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ചില ഓയിലുകളൊക്കെ ഉപയോഗിക്കുകയല്ലേ. നമ്മൾ സാധാരണ ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കുന്ന ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ ആവണക്കെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ മുടിയുടെ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ എണ്ണകളെല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചില ആൾക്കാർക്ക് ആവണക്കെണ്ണ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. മറ്റൊന്നുമല്ല, അത് കുറച്ച് കട്ടിയുള്ള ഓയിലാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയോടൊപ്പം ഈക്വലായിട്ട്, അതായത് വെളിച്ചെണ്ണയും നമ്മുടെ ആവണക്കെണ്ണയും ഈക്വലായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിലോ മുടിയിലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അല്ല എങ്കിൽ ഏതെങ്കിലും ഹെയർ പാക്കോ ഹെയർ മാസ്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവണക്കെണ്ണ 1-2 സ്പൂൺ അതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അല്ലെങ്കിലും മോഡറേറ്റ് ആയിട്ടുള്ള ഡ്രൈനെസ് ആണെങ്കിൽ നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിൽ തന്നെ നമുക്ക് മതിയാവും. അടുത്ത മറ്റൊരു വഴി എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർവാഴ ജെല്ലാണ് കേട്ടോ. കറ്റാർവാഴ ജെല്ലും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അതും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് 1-2 മണിക്കൂർ നമ്മുടെ തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. കറ്റാർവാഴയുടെ ജെല്ല് മാത്രമായിട്ട് അപ്ലൈ ചെയ്താലും നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മുടെ മുടിയിൽ എത്ര അളവിൽ ഓയിൽ വേണമെന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. അധികം ഡ്രൈനെസ് അല്ല എങ്കിൽ കുറച്ച് ഓയിൽ മതിയാവും. അമിതമായിട്ട് മുടി ഡ്രൈനെസ് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഓയിൽ ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ്സിനനുസരിച്ച് നമുക്ക് ഓയിലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഹെയർ പാക്ക് ഉണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പഴവും, അതായത് ചെറുപഴം ഏതായാലും കുഴപ്പമില്ല കേട്ടോ. മധുരണ്ണനോ പാളയംകടനോ എന്തായാലും കുഴപ്പമില്ല. അതിനോടൊപ്പം കുറച്ച് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ കോക്കനട്ട് ഓയിലോ, ഒരു മുട്ടയുടെ വെള്ള, അതുപോലെ തന്നെ വെള്ളയും മഞ്ഞയും ഞാൻ എടുക്കുമ്പം വെള്ളയും മഞ്ഞയും ഒരുപോലെ എടുക്കും കേട്ടോ. നിങ്ങൾക്ക്
മഞ്ഞ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മഞ്ഞയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ 1 സ്പൂണ് തൈര്. പിന്നെ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവകാഡോ ഓപ്ഷണലാണ് കേട്ടോ. കിട്ടുമെങ്കിൽ അത് ഒരു 2-3 കഷ്ണമൊന്ന് ആഡ് ചെയ്ത് നല്ലവണ്ണം അരച്ചതിന് ശേഷം പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ മുടിയിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്ലൈ ചെയ്ത് ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴുകി കളയാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിക്കുക. ബേബി ഷാമ്പൂസ് ആയാലും മതി. അതിൽ കെമിക്കൽസ് കുറവാണല്ലോ. അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള ഷാമ്പു കിട്ടിയില്ല എങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളി ഉപയോഗിച്ച് നമുക്ക് മുടി നല്ലവണ്ണം കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഈ ഹെയർ പാക്ക് നമ്മളുടെ മുടിയുടെ ഡ്രൈനെസ് മാത്രം മാറ്റുകയല്ല കേട്ടോ, നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. മറ്റൊരു വേ എന്ന് പറയുന്നത് എല്ലാവർക്കും മടിയില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു ടിപ്പാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ധാരാളം വെള്ളം കുടിക്കുക. ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നട്ട്സ്, പ്രോട്ടീൻ, ബയോട്ടിൻ, ഫാറ്റി ആസിഡ് എന്നിവയെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പയർ, കടല, ചീര, മുരിങ്ങയില, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഇലക്കറികളെല്ലാം നമുക്ക് ബയോട്ടിൻ നൽകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ വെള്ളം അത്രയ്ക്ക് ശരിയല്ല എങ്കിൽ, അതായത് കണ്ടൻറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കണ്ടൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഡെയിലി വാഷ് ചെയ്യാതെ, മുടി ഡെയിലി വാഷ് ചെയ്യാതെ ഒരു ദിവസം ഇടവിട്ട് ഹെയർ വാഷ് ചെയ്യുക. നല്ല വെള്ളമെങ്കിൽ മാത്രം ഡെയിലി ഹെയർ വാഷ് ചെയ്യുക. അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് വരുന്ന സമയത്ത് മുടിയൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് നമുക്ക് സിമ്പിളായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വെള്ളത്തിൽ കണ്ടൻറ്റിൻ്റെ വ്യത്യാസം, അതായത് ക്ലോറിൻ്റെ അളവൊക്കെ കൂടുതലാണെങ്കിൽ ക്ലോറിൻ അടങ്ങിയ വെള്ളമാണെങ്കിൽ നമ്മുടെ ബക്കറ്റിൽ 1-2 മണിക്കൂർ വെള്ളം പിടിച്ച് വച്ചതിന് ശേഷം മാത്രം നമ്മുടെ ക്ലോറിനെല്ലാം താഴെ അടിഞ്ഞതിന് ശേഷം മാത്രം കുളിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.